ഇപ്പോൾ ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള നമ്മളോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹനൻ പിള്ള, പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ വേഗത്തിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ദുരന്തമുണ്ടായ ദിവസം മുതൽ തന്നെ ഇങ്ങോട്ട് കേരളത്തിൻ്റെ സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്തു എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സഹായം ഉൾപ്പെടെ, അതായത് NDRFനെ പോലുള്ള സേനയൊക്കെ നൽകുന്നതിലൊക്കെ അവിടെ നിന്നുണ്ടായ ഇടപെടലൊക്കെ ഇതിനകം തന്നെ നമ്മൾ ചർച്ചയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ വന്ന് ദുരന്ത മേഖല സന്ദർശിക്കുന്നു, ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ആശ്വസിപ്പിക്കുന്നു, അവരിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ടറിയുന്നു, അതിനുശേഷം അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം സാധാരണ ഫിക്സ് ചെയ്ത സമയത്തിനേക്കാൾ വൈകിയാണ് അദ്ദേഹം പോകുന്നത്. ഈ കാര്യത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായ ഇടപെടൽ അദ്ദേഹം നടത്തിയതായി പൊതുവെ അംഗീകരിക്കപ്പെടുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതിൽ എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതായിട്ട് പറയുന്നുണ്ട്. അതിതീവ്ര ദുരന്തം എന്ന, അല്ലെങ്കിൽ ലെവൽ 3 L3 കാറ്റഗറിയിൽ പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമാണ് നമുക്കുള്ളത് എന്നാണിപ്പോൾ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോലും തൽക്കാലം പോയിട്ടില്ല എന്നത് അടുത്ത ദിവസമെങ്കിലും അത് ഉണ്ടാകും എന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തോടെ കാണാം എന്ന് ഡോക്ടർ മോഹനൻ പിള്ളയ്ക്ക് തോന്നുന്നുണ്ടോ? എയർ കുറേയൊക്കെ ക്ലിയറായി, അത് നല്ല ഒരു കാര്യമാണ്. രണ്ടാമത്, ദുരന്ത സ്ഥലത്ത്, ഏത് ദുരന്തമാണെങ്കിലും ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് സ്വാഭാവികമായിട്ടും പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെയുള്ള ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടല്ല. കാര്യം റെസ്ക്യൂ ഓപ്പറേഷൻ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് അബൌട്ട് ടു ഫിനിഷായി. അതിന് ശേഷമാണ് വരുന്നത്. ഇന്ന് വന്നതിന് ശേഷമുള്ള പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻട്രാക്ഷൻസ് വിത്ത് ദ ലോക്കൽസ് ഓർ ഈവൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ചീഫ് മിനിസ്റ്റർ, അത് വളരെയധികം പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, ഇതുവരെയുള്ള നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വിസിറ്റ്, ഒരു പർട്ടിക്കുലർ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അനുഭാവം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അഡീഷണൽ ടൈമിൽ വൺ സ്റ്റെപ്പ് എഹഡ് എന്നുള്ള രീതിയിൽ എക്സ്ട്രാ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുത്ത് കാര്യങ്ങളിലേക്ക് കടക്കത്തുള്ളൂ. അപ്പം നമുക്കത് ശരിക്കും അത് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെയോ തെറ്റിദ്ധാരണ എവിടേക്കോ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി അത് റിയാലിറ്റിയാണ് എന്ന്, റിയാലിറ്റി എന്താണെന്നുള്ളത് ഓൺ ഗ്രൗണ്ടിൽ കണ്ടതിന് ശേഷം അദ്ദേഹം ആ രീതിയിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കും, അതിനുള്ള കാര്യങ്ങളിൽ ഇടപെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിനകത്തുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാര്യം സ്റ്റേറ്റിൻ്റെ റിക്വസ്റ്റ് വെച്ചാണ് സാധാരണഗതിയിൽ, സ്റ്റേറ്റ് റിക്വസ്റ്റ് പ്ലസ് അതിന് കണ്ടീഷൻസ് ഉണ്ട്. അതായത് സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ റിപ്പോർട്ടും ഒക്കെ വെച്ചാണ് സാധാരണഗതിയിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക പാക്കേജ് അല്ല. അതിന് ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അറ്റൻഷനാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് കെയിം ഇൻ ടു ആക്ഷൻ എന്നുള്ളതാണ്, വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് ടോപ്പ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സബോർഡിനേറ്റ് ആയിട്ട് സെൻട്രൽ ഫോഴ്സസിനെ, എൻ്റയർ സെൻട്രൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യും. അതാണ്. അതുപോലെ തന്നെ നാഷണൽ എമർജൻസി ടൈപ്പ് ഡിക്ലറേഷൻ വരും, ആക്ഷൻസ് ആ രീതിയിൽ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തത്. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിദേശ രാജ്യങ്ങളുടെ എയ്ഡ് വരും, സപ്പോർട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നാഷണൽ ഡിസാസ്റ്റർ ഡിക്ലെയർ ചെയ്താൽ. ആൻഡ് ഫോർത്ത് വിത്ത് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലുള്ള ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADB യുടെ ഹെൽപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ ഹെൽപ്പ് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്താൽ നമുക്ക് കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ ഗവൺമെൻറ് ക്യാൻ ഇൻറ്ററാക്ട് വിത്ത് ദ ഫോറിൻ ഗവൺമെൻറ് ഫോർ എയ്ഡ് ആൻഡ് ഓൾ.
ഇവിടെ നാഷണൽ പുള്ളി ഞാൻ മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ പാക്കേജ് തരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അഡീഷണൽ ഫണ്ട് ആൻഡ് അതർ തിങ്സ്. അപ്പോൾ ഈ സ്പെഷ്യൽ പാക്കേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ആൻഡ് ലോങ് ടേം റീഹാബിലിറ്റേഷൻ, പ്രത്യേക വഴികൾ, അതിനൊക്കെയുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്ത് കൂടുതൽ തരും. അത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. പക്ഷേ ആ നാഷണൽ ഡിക്ലറേഷൻ ആ ലെവൽ വരെ എത്തില്ല എങ്കിൽ പോലും, അതായത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നല്ല രീതിയിൽ തരിക അല്ലെങ്കിൽ എയ്ഡ് നല്ല രീതിയിൽ തരിക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതിനകത്തും കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് ഏഷനിലുള്ള ഒരുപാട് ഹെൽപ്പ് വരും, റീഹാബിലിറ്റേഷൻ, ബിൽഡിംഗ് റോഡ്സ് ആൻഡ് ബിൽഡിങ്സ്, ഹൗസസ്, പിന്നെ ലോട്ട് ഓഫ് ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി കിട്ടും. പാക്കേജ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് പാക്കേജ് തരുന്നു എന്നുള്ള രീതിയിൽ കാണുമ്പം നമ്മൾ ആ പാക്കേജ് എന്നുള്ള രീതിയിലോട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാക്കേജ് കിട്ടിയാലോ വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യത്തിനും കവർ ചെയ്യുന്ന രീതിയിൽ കേരള ഗവൺമെൻറ്റിന് ഒട്ടും കഷ്ടപ്പെടാത്ത രീതിയിൽ പാക്കേജ് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. ബട്ട് ഇതായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ മാതിരി കാര്യം ഇമ്മീഡിയറ്റ് അറ്റൻഷനായിട്ട് നാഷണൽ റിസോഴ്സസ് ഒന്നും മൊബിലൈസ് ചെയ്തില്ല, ഒരു ലോക്കൽ എന്നുള്ള രീതിയിൽ ആ ലാൻഡ് സ്ലൈഡിനെ കണ്ടു കാണണം. അതായിരിക്കും അതിൻ്റെ പാരാമീറ്റർ. അതുകൊണ്ടായിരിക്കണം നമുക്കത് കിട്ടാത്തത്. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നൗ അറൗണ്ട് 80% ഓഫ് ദി തിങ്സ് ആർ ഓവർ. ഇനി ആരൊക്കെ ഏതൊക്കെ പൊളിറ്റീഷ്യൻസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രൈം മിനിസ്റ്റർ ഹിംസെൽഫ് സീൻ ദ ഗ്രാവിറ്റി ഓഫ് ദി സിറ്റുവേഷൻ. അത് അത് കണ്ടെടുത്തോളം കാലം തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ്. ഡോക്ടർ മോഹനൻ പിള്ള, നമ്മൾ ഇതുവരെ കേട്ട അവിടുത്തെ റെസ്പോൺസുകളിൽ നിന്ന്, ഇതിപ്പോൾ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ ഉൾപ്പെടെ തിയോഫിൻ ഉൾപ്പെടെ അവിടുന്ന് സംസാരിച്ച കാര്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ ഒരു പ്രതീക്ഷ, ഇതൊക്കെ നമ്മൾ കേട്ടു. മന്ത്രിമാരുൾപ്പെടെ മാധ്യമങ്ങളോട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കാര്യത്തിൽ വയനാട്ടിലുണ്ടായ ഈ പർട്ടിക്കുലർ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തത്തിൽ വലിയ തരത്തിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നുള്ളത് വേറെ കണക്കാക്കുന്നുണ്ട്. അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു 2000 കോടി രൂപ വേണം എന്നുള്ളതാണ് അടിയന്തരമായി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം. അതാണ്, ആ 2000 കോടി മാത്രമാണ്. അത് കൂടാതെയാണ് ഈ 1200 കോടിയുടെ ഒരു നഷ്ടം വരുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് വേറെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. കടമെടുത്തിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ, അത് എഴുതി തള്ളേണ്ട കാര്യമുണ്ട്. അങ്ങനെ വരുന്ന സാമ്പത്തിക ബാധ്യതകളുണ്ട്, മറ്റനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏതാണ്ടൊരു കുറഞ്ഞ പക്ഷം ഒരു 5000 കോടിയുടെ കണക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത്രയും വലിയ ഒരു ധനസഹായം വേണ്ടി വരുന്ന ഒരു പദ്ധതിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ഒരു തരത്തിലും ഒരു ചെറിയ ദുരന്തമല്ല. അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഏതർത്ഥത്തിലും ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും സാധിക്കുന്ന ഒന്നാണ് എന്ന് തന്നെ പറഞ്ഞുകൂടെ? അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ടൗൺഷിപ്പ് തന്നെ ഇല്ലാതായി. അത് പറയാവുന്നതാണ്. കാര്യം ഈ പ്രൈം മിനിസ്റ്റർ മോദിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അധികാരമേറ്റതിന് ശേഷം ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നമാണ് 2001 ഗുജറാത്ത് എർത്ത് ക്വേക്ക്, ഗുജറാത്തിലെ ഭൂകമ്പം എന്ന് പറയുന്നത്. അന്ന് CM ഗുജറാത്തിൽ CM ആയിട്ട് ഇത് സെയിം കണ്ടീഷൻ ഫേസ് ചെയ്തു. ബട്ട് അറ്റ് ദാറ്റ് ടൈം സെൻട്രലിൽ AB വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അന്നേരം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഗ്രാവിറ്റി കുറച്ച് കൂടുതലായിരുന്നു എന്ന്, അത് ഗ്രാവിറ്റിയിലോട്ട് എനിക്ക് സയൻറ്റിഫിക്കായിട്ട് ഞാൻ പോകുന്നില്ല, ഗ്രാവിറ്റി കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ളത് പറയാം. അപ്പം ഇതിലും കുറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലഡാക്കിലെ ലാൻഡ് ഫ്ലഡ്, അത് നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തു ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റ് വെച്ചിട്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓൺ ദ റിക്വസ്റ്റ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും, അല്ലാത്തുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് ഏത് ബേസിലാണ് ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത്, ആ റിപ്പോർട്ടിൻ്റെ ബേസിലായിരിക്കണം കാര്യങ്ങൾ കൂടുതൽ ഇത് പോകും. നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഹ്യൂമൻ ലോസ് ആണെങ്കിൽ പോലും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അല്ലാതെ അഗ്രികൾച്ചറൽ ലോസ് ആണെങ്കിലും ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. ബാക്കിയുള്ള ദ ഗ്രാവിറ്റി ഓഫ് ദി കലാമിറ്റി ഇറ്റ്സെൽഫ്
അതും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് ഡിക്ലെയർ ചെയ്യുന്നതിൽ യാതൊരുവിധ പൊരുത്തക്കേടും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അതിലോട്ട് പോകുന്നില്ല എന്നും മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്താൽ ഓക്കെ വി വിൽ ഗീവ് ദ അസിസ്റ്റൻസ് ടോട്ടലി, വി വിൽ റീബിൽഡ് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷേ ആ ഒരു സ്റ്റേജിൽ ഞാൻ അങ്ങനെ ഒരു കാര്യമാണ് കൂടുതൽ കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ അസിസ്റ്റൻസ് തരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും ഉണ്ട്, കൂട്ടത്തിലുണ്ട് എന്നുള്ള രീതിയിലൊരു ഡിക്ലറേഷൻ വരുന്നു. വെളിയിൽ നിന്നുള്ള ഒരു ഇതൊന്നും വേണ്ട, ഞങ്ങൾ കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്തുകൊള്ളാം, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ദി വേൾഡ് ഔട്ട്സൈഡ് ഇന്ത്യൻ കൺട്രീസ് ആൻഡ് ഓൾ. അപ്പം ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഐ മേ ബി റോങ്, എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷേ അതുകൊണ്ടാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഡിലേയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി അത് വീണ്ടും അത് വിശകലനം ചെയ്ത് അങ്ങനെ ഡിക്ലെയർ ചെയ്യണോ വേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വരും. പക്ഷേ എന്തുകൊണ്ടും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോസ്, എല്ലാ വിധത്തിലുള്ള ലോസ് നോക്കിയാലും, അഗ്രികൾച്ചറൽ ലോസ് ആണെങ്കിലും നാച്ചുറൽ കലാമിറ്റി നോക്കിയാലും നമുക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിന് അർഹമായ നാഷണൽ ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ശരി. പക്ഷേ ആ പാരാമീറ്റേഴ്സ് ഫുൾഫില്ല് ചെയ്യുന്നോ ഇല്ലയോ, ഇവിടുന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു, അവർ റിപ്പോർട്ട് എങ്ങനെ കൊടുക്കുന്നു, ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. അത് അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, അതാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കലാമിറ്റി വരുമ്പം എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് എന്നുള്ള രീതിയിലായിരിക്കണം തീർച്ചയായിട്ടും ഡിഫറൻസസ് മറന്ന് ഇതിനു വേണ്ടി കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളണം.